വചനം ആത്മമാരിയ ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും, വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം, സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. എല്ലാവരുടെയും മേൽ ഞാനുടെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഞാൻ പിതാവിനോട് ചോദിക്കുകയും അവിടുന്ന് നിങ്ങളോടൊപ്പമായിരിക്കാൻ ഒരു സഹായകനെ നൽകുകയും ചെയ്യും. ഈ വചനങ്ങളുടെ എല്ലാം അഭിഷേകത്താൽ യോഗ്യതയാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. തമ്പുരാനെ, ഏതെങ്കിലുമൊക്കെ വിധത്തിലുള്ള കഷ്ടതകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന എല്ലാ ദൈവമക്കൾക്കും അവിടുത്തെ ആത്മാവിൻ്റെ നിറവ് നൽകണമേ. വചനം ശ്രവിക്കുമ്പോൾ, ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും ഞങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നും ദൂരെ മാറട്ടെ. ഈശോയെ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വവും അങ്ങയുടെ നാമത്തിൻ്റെ ശക്തിയും ഞങ്ങളുടെ ജീവിതത്തിൽ വെളിവാകട്ടെ. അവിടുത്തെ വചനം ഞങ്ങളുടെ ഹൃദയത്തിൽ, ഞങ്ങളുടെ നാവിൽ തേൻ പോലെ മധുരിക്കട്ടെ. പരിശുദ്ധ അമ്മേ, സകല വിശുദ്ധരെ മാലാഹമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിലെ സംഖ്യയുടെ പുസ്തകത്തിൽ നിന്നും ഒരു വചനഭാഗം നമുക്ക് ശ്രവിക്കാം. 21 അധ്യായം 4 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. ഏദോം ചുറ്റിപ്പോകാൻ ഹോർ മലയിൽ നിന്ന് ചെങ്കടലിലേക്കുള്ള വഴിയെ അവർ യാത്ര പുറപ്പെട്ടു. യാത്രാമധ്യേ ജനം അക്ഷമരായി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകിട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. ജനം മോശയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. പഴയ നിയമത്തിൽ വളരെ മനോഹരമായ ഒരു വചനഭാഗമാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ തലക്കെട്ട് പിച്ചള സർപ്പം എന്നതാണ്. ഇസ്രായേൽ ജനം വലിയൊരു പ്രതിസന്ധിയിൽ, ഒരുപക്ഷെ ഒരു ദുരന്തത്തിൽ അകപ്പെട്ടപ്പോൾ ദൈവം എപ്രകാരമാണ് അവരെ രക്ഷിച്ചത്, തമ്പുരാൻ അതിൽ എങ്ങനെയാണ് ഇടപെട്ടത് എന്നുള്ളതാണ് നമ്മൾ വായിക്കുക. 21 അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗം വായിക്കുമ്പോൾ ശത്രുക്കളെയെല്ലാം കീഴ്പ്പെടുത്തി മുൻപോട്ട് പോകുന്ന ഒരു ജനക്കൂട്ടത്തെക്കുറിച്ചാണ് നമ്മൾ കാണുക. 3-ാം തിരുവചനം പറയുന്നു, കർത്താവ് ഇസ്രായേൽ പറഞ്ഞത് ശ്രവിച്ച് കാനാന്യരെ അവർ കേൾപ്പിച്ചു കൊടുത്തു. അവർ കാനാന്യരെയും അവരുടെ പട്ടണങ്ങളെയും നിശേഷം നശിപ്പിച്ചു. അങ്ങനെ ആ സ്ഥലത്തിന് ഹോർമ എന്ന പേര് ലഭിച്ചു. പ്രിയമുള്ളവരെ, ഇങ്ങനെ പ്രതിസന്ധികളെ മറികടക്കാൻ ഈ ജനത്തിന് കഴിയുന്നതിൻ്റെ പിന്നിൽ ഒരു കാരണം മാത്രമേ ഉള്ളൂ. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായം 22-ാമത്തെ തിരുവചനം ആ കാരണം നമ്മോട് പറയും. വചനം ഇതാണ്. പുറപ്പാട് പുസ്തകം 13:22. പകൽ മേഘസ്തംഭമോ രാത്രി അഗ്നിസ്തംഭമോ അവരുടെ മുൻപിൽ നിന്നും മാറിയില്ല. നമുക്കറിയാം, ഈ മേഘസ്തംഭവും അഗ്നിസ്തംഭവും സൂചിപ്പിക്കുന്നത് എപ്പോഴും കൂടെയുള്ള ദൈവസാന്നിധ്യമാണ്. തൻ്റെ ജനം പകൽ വെയിലേറ്റ് തളരരുത് എന്നുള്ള ചിന്തയോടെ ദൈവം മേഘവിരിപ്പായി അവർക്ക് മുകളിൽ നിന്നു. രാത്രിയിൽ ഈ ജനത്തിന് കാൽ ഇടരരുത് എന്നുള്ള വിചാരത്തോടെ, അവർ ഒരിക്കലും വീണു പോകരുത് എന്നുള്ള ചിന്തയോടെ അവരുടെ മുൻപിൽ അഗ്നിനാളമായി യാത്ര ചെയ്തു. ഇപ്രകാരം ദൈവം കൂടെയുള്ളത് കൊണ്ടാണ്, ദൈവം മുൻപേ പോയത് കൊണ്ടാണ് ഈ ജനത്തിന് ഈ പ്രതിസന്ധികളെയെല്ലാം മറികടക്കാൻ പറ്റുന്നത്.
നമ്മുടെ ജീവിതവുമായി ഏറെ അടുപ്പമുള്ള, ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ചിന്തയാണത്. പ്രിയമുള്ളവരെ, എത്ര വലിയ പ്രതിസന്ധികളിലൂടെ, കഷ്ടതകളിലൂടെ നാം ഒക്കെ കടന്നുപോയിട്ടുണ്ട്. രോഗങ്ങളായി, കടബാധ്യതകളായി, കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥകളായി, അല്ലെങ്കിൽ ഏകാന്തതയായി ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ കടന്നു വന്നപ്പോൾ നാം എങ്ങനെയാണ് അതിനെ മറികടന്നത് എന്നൊന്ന് ധ്യാനിക്കുന്നത് ഉചിതമാണ്. അതൊന്നും നമ്മുടെ കഴിവ് കൊണ്ട് മാത്രമല്ല. മനുഷ്യരായി നമുക്ക് ഉള്ള ബലഹീനതകൾ, കുറവുകൾ നിരവധിയാണ്. ഇങ്ങനെയുള്ള ജീവിത യാഥാർത്ഥ്യങ്ങളെയൊക്കെ തനിയെ മറികടക്കാൻ പറ്റും എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ദൈവം മുൻപേ പോകുന്നത് കൊണ്ടും ദൈവം കൂടെയുള്ളത് കൊണ്ടുമാണ് പല കാര്യങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് കഴിയുന്നത്. റോമാലേഖനത്തിൻ്റെ 9-ാം അധ്യായം 16-ാം തിരുവചനം ഇപ്രകാരം പറയും. റോമാലേഖനം 9:16, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യം അതാണ്. നമ്മുടെ മുൻപിലുള്ള പ്രതിസന്ധികളെ, കുറവുകളെ ഒക്കെ അതിജീവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെ കാരണം ഒന്ന് മാത്രമാണ്: ദൈവത്തിൻ്റെ ദയ, ദൈവം നമ്മോട് കാണിക്കുന്ന കരുണ. ഇവിടെ ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലും അതുതന്നെയാണ് സംഭവിക്കുക. തൻ്റെ ജനത്തിൻ്റെ ഒപ്പം ആ ദൈവം യാത്ര ചെയ്തു. അതുകൊണ്ട് ശത്രുക്കളെയൊക്കെ കീഴ്പ്പെടുത്തി ആ ജനം മുൻപിലേക്ക് പോവുകയാണ്. പക്ഷേ പ്രിയമുള്ളവരെ, പിന്നീട് സംഭവിക്കുന്നത് എന്താണ്? 4-ാമത്തെ തിരുവചനം മുതൽ നമ്മൾ വായിച്ചുവല്ലോ. ഈ ജനം പരാതിപ്പെടാൻ തുടങ്ങി. ദൈവം എപ്രകാരമാണ് പരിപാലിച്ചത് എന്ന്, ദൈവം എപ്രകാരമാണ് തങ്ങളെ സ്നേഹിച്ചത് എന്ന് മറന്നുകൊണ്ട് പരാതിപ്പെടുന്ന ഒരു ജനമായി അവർ മാറി. ദൈവത്തിനും മോശയ്ക്കുമെതിരായി അവർ സംസാരിച്ചു. ഈ മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നതെന്തിന്? അതാണ് അവരുടെ ചോദ്യം. ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല, ഈ വിലകെട്ട അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു. നമ്മൾ ചിന്തിക്കണം, അവർ വിലകെട്ട അപ്പം എന്ന് പറയുന്നത് ഒരു കാലത്ത് അവർക്ക് ഏറ്റവും മൂല്യമുള്ള അപ്പത്തെക്കുറിച്ചാണ്. അത് ദൈവം കൊടുത്ത മന്നയാണ്. വിശന്ന് പൊരിഞ്ഞപ്പോൾ, വിശന്ന് മരിക്കാറായപ്പോൾ ദൈവം അത്ഭുതകരമായി അവർക്ക് ആകാശത്തു നിന്ന്, സ്വർഗത്തിൽ നിന്ന് മന്ന വർഷിച്ച് നൽകി. ഒന്നോർക്കണം, ആ നാളുകളിൽ എത്രമാത്രം അവർ ആ അപ്പത്തെ വിലമതിച്ചു. കൂടുതൽ എടുക്കാൻ വേണ്ടി അവരിൽ പലരും കടന്നു ചെന്നു എന്ന് കൂടി നമ്മൾ വായിക്കുന്നുണ്ട്. അത്രമാത്രം മൂല്യമുണ്ടായിരുന്ന ഒരപ്പത്തെക്കുറിച്ചാണ് ഈ ജനം പറയുന്നത്, ഇത് വിലകെട്ടതാണ്. പ്രിയമുള്ളവരെ, ഒരുപക്ഷെ സമൃദ്ധിയിൽ ജീവിക്കുമ്പോൾ, ഒരുപാട് നന്മകളിലും അനുഗ്രഹങ്ങളിലും നിലനിൽക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ വിലകെട്ടതായി തോന്നാം. ദൈവം നമ്മെ അനുഗ്രഹിച്ച ചില നിമിഷങ്ങൾ അത്ര മൂല്യമില്ലാത്തതായി തോന്നാം. അവിടെയൊക്കെ നമ്മൾ ജാഗ്രത പാലിക്കണം. അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പരാതിപ്പെടുന്നവർക്ക് അനുഗ്രഹം നഷ്ടമാകും. പുറപ്പാട് പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള തിരുവചനങ്ങളിലും നമ്മൾ ഇപ്രകാരം ഒന്ന് വായിക്കുന്നുണ്ട്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 10 മുതലുള്ള വചനഭാഗം. ഫറവോ സമീപിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇസ്രായേൽ ജനം കണ്ണുകൾ ഉയർത്തി നോക്കി. തങ്ങളെ പിന്തുടരുന്ന ഈജിപ്തുകാരെ അവർ കണ്ടു. ഭയവിഹുലരായ ഇസ്രായേൽക്കാർ കർത്താവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു. തൊട്ടടുത്ത വചനം ശ്രവിക്കുക. അവർ മോശയോട് ചോദിച്ചു, ഈജിപ്തിൽ ശവക്കുഴികൾ ഇല്ലാഞ്ഞിട്ടാണോ നീ ഞങ്ങളെ മരുഭൂമിയിൽ കിടന്ന് മരിക്കാൻ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? നീ എന്താണ് ഞങ്ങളോട് ചെയ്തിരിക്കുന്നത്? ഈജിപ്തിൽ നിന്ന് എന്തിനാണ് ഞങ്ങളെ പുറത്തു കൊണ്ടുവന്നത്? ഞങ്ങളെ തനിയെ വിട്ടേക്കൂ, ഞങ്ങൾ ഈജിപ്തുകാർക്ക് വേല ചെയ്ത് കഴിഞ്ഞുകൊള്ളാമെന്ന് ഈജിപ്തിൽ വെച്ച് ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ? ഈജിപ്തുകാർക്ക് അടിമവേല ചെയ്യുകയായിരുന്നു മരുഭൂമിയിൽ കിടന്ന് മരിക്കുന്നതിനേക്കാൾ മെച്ചം. എല്ലായിടങ്ങളിലും പരാതിപ്പെടുന്ന ഒരു ജനം. ദൈവത്തിൻ്റെ ഒപ്പം യാത്ര ചെയ്യുന്നതിലും നല്ലത് ഫറവോയുടെ ഒപ്പമുള്ള ജീവിതമായിരുന്നു എന്ന് പറയുന്ന ഒരു സമൂഹം. ദൈവം നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കാൾ വലുത് ഫറവോയുടെ കീഴിലുള്ള അടിമത്തമായിരുന്നു എന്ന് പറയുന്ന ഒരു ജനം. പ്രിയമുള്ളവരെ, തമ്പുരാൻ നൽകുന്ന അനുഗ്രഹങ്ങൾ മറന്നാൽ അത് വലിയ ദുരന്തത്തിലേക്ക് വഴിതെളിക്കും എന്നുള്ളതിൻ്റെ സൂചനയാണ് ഈ സംഖ്യയുടെ പുസ്തകത്തിലെ വചനഭാഗം. ഈ ജനത്തിന് എന്താണ് സംഭവിച്ചത്? ഇപ്രകാരം പിറുപിറുത്ത, ഇപ്രകാരം ദൈവത്തോട് മറുതലിച്ച ജനത്തിന് എന്തു സംഭവിച്ചു? നമ്മൾ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ കർത്താവ് ജനത്തിൻ്റെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ ദംശനമേറ്റ് ഇസ്രായേലിൽ വളരെ പേർ മരിച്ചു. അവർക്ക് ജീവൻ നഷ്ടമാവുകയാണ്. ദൈവത്തിനെതിരെ നിലനിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും സംഭവിക്കുന്ന ഒരു കാര്യം ഇതാണ്: ജീവൻ നഷ്ടപ്പെടും.
റോമാലേഖനത്തിൻ്റെ 6-ാം അധ്യായം 22 23 തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 6-ാം അധ്യായം 22 23. എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിന് അടിമകളായിരിക്കുകയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാനം നിത്യജീവനുമാണ്. പാപത്തിൻ്റെ വേതനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വഴിയുള്ള നിത്യജീവനം. അവിടെ കൃത്യമായിട്ട് പൗലോസ്ലീഹ കുറിക്കുകയാണ്, പാപത്തിൻ്റെ വേതനം മരണമാണ്. ഇവിടെ വചനം ഇപ്രകാരമാണല്ലോ പറയുക, ദൈവം അവരുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. പക്ഷേ അത് നമ്മൾ ഇപ്രകാരം മനസ്സിലാക്കണം, ഇത് ദൈവം ചെയ്യുന്ന ഒരു കാര്യം എന്നതിൽ ഉപരിയായി ഈ ജനം ചെയ്ത പാപത്തിൻ്റെ ഫലമാണ്. ഇവർ നടന്ന വഴികളുടെ പരിണിത ഫലമാണ്. മരണം ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അവരെല്ലാവരും, അവരിൽ ഒരുപാട് പേർ മരിച്ചു വീണു. അപ്പോഴാണ് ആ ജനം വീണ്ടും തങ്ങളെ സ്നേഹിച്ച തമ്പുരാനെക്കുറിച്ച് ഓർമ്മിക്കുന്നത്. ആ ജനത്തിന് ഒരു വീണ്ടു വിചാരം വരികയാണ്, അല്ലെങ്കിൽ ഉള്ളിലുള്ള ഭയം അതിനായിട്ട് അവരെ പ്രേരിപ്പിക്കുകയാണ്. ഈ ജനം ഉടനെ മോശയുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മോശയോട് ഇപ്രകാരം പറഞ്ഞു, അങ്ങേക്കും കർത്താവിനുമെതിരായി സംസാരിച്ച് ഞങ്ങൾ പാപം ചെയ്തു. ഈ സർപ്പങ്ങളെ പിൻവലിക്കാൻ കർത്താവിനോട് പ്രാർത്ഥിക്കണമേ. മോശ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു ജനക്കൂട്ടം മുഴുവൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവാചകന് മുൻപിൽ പ്രാർത്ഥിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കാണുക. അവർ അപ്രകാരം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന മറുപടി ഇതാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. ദംശനമേൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ പിച്ചള കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ വടിയിൽ ഉയർത്തി നിർത്തി. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കി അവർ ജീവിച്ചു. സ്നേഹമുള്ളവരെ, ഇതാണ് അവിടെ സംഭവിക്കുക. ഈ ജനം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഒരു ഉത്തരം അതാണ്. പക്ഷേ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഒരു കൂട്ടമായിട്ടാണ് ഇവർ ദൈവസന്നിധിയിലേക്ക് അല്ലെങ്കിൽ പ്രവാചകന്റെ മുൻപിലേക്ക് വരുന്നത് എങ്കിലും ദൈവം ഓരോ വ്യക്തിയോടുമാണ് ഇത് ചെയ്യാൻ ആവശ്യപ്പെടുക. പിച്ചള സർപ്പത്തെ നോക്കുന്ന ഓരോ വ്യക്തിയും ജീവിക്കും. അല്ലാതെ ആ പിച്ചള സർപ്പത്തിൻ്റെ ചുറ്റും നിൽക്കുന്നവരോ ആ പിച്ചള സർപ്പത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന എല്ലാവരുമോ ജീവിക്കും എന്ന് ദൈവം പറയുന്നില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഈ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലാണ്. ദൈവത്തോട് മറുതലിച്ചത് ഓരോ വ്യക്തിയുമാണ്. അതുകൊണ്ട് അവിടെ തിരുത്തു വരുമ്പോൾ, അവിടെ അവർ തമ്പുരാനിലേക്ക് മടങ്ങി വരുമ്പോൾ അത് സംഭവിക്കേണ്ടതും വ്യക്തിപരമായാണ്. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 30-ാം അധ്യായം 15-ാം തിരുവചനം ഇപ്രകാരം പറയും. നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 15 മുതലുള്ള വചനഭാഗം. ഇതാ, ഇന്നു ഞാൻ നിന്റെ മുൻപിൽ ജീവനും നന്മയും മരണവും തിന്മയും വച്ചിരിക്കുന്നു. പിന്നീട് തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ കാണും, ഇഷ്ടമുള്ളത് നിങ്ങൾക്കെടുക്കാം. പ്രിയമുള്ളവരെ, എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം പറയുന്ന ഒരു കാര്യം ഇതാണ്, ജീവനും മരണവും നന്മയും തിന്മയും വച്ചിരിക്കുന്നു, ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ഇവിടെ ദൈവത്തോട് മറുതലിക്കാൻ, ദൈവത്തിൻ്റെ മുൻപിൽ പരാതിപ്പെടാൻ തീരുമാനിച്ചത് ഓരോ വ്യക്തിയുമാണ്. അതുകൊണ്ട് ഓരോരുത്തരും തിരുത്തേണ്ടത് ആവശ്യമാണ്. മറ്റൊരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം പിച്ചള സർപ്പത്തെ നോക്കുന്നവർ ജീവിക്കുമെന്ന് പറയുമ്പോഴും ആ പിച്ചള സർപ്പമല്ല സൗഖ്യം നൽകുന്നത്, മറിച്ച് ദൈവമാണ് ഈ ജനത്തെ സൗഖ്യപ്പെടുത്തുന്നത്, ദൈവമാണ് അനുഗ്രഹിക്കുന്നത്. ആ നോട്ടം എന്നുള്ളത് വിശ്വാസത്തിൻ്റെ ഒരു അടയാളം മാത്രമാണ്. ദൈവസ്വരത്തിന് കാതോർക്കാനുള്ള ഒരു മനസ്സ് മാത്രമാണ്. അങ്ങനെ നോക്കാൻ മനസ്സുള്ള എല്ലാവരും സൗഖ്യം പ്രാപിക്കും. ഒരുപക്ഷെ ആ നോട്ടം ആത്യന്തികമായിട്ട് ചെന്നെത്തേണ്ടത് ഈ പിച്ചള സർപ്പത്തിലല്ല, മറിച്ച് യഹോവയിലാണ്, സത്യദൈവത്തിലാണ്. പ്രിയമുള്ളവരെ, എപ്രകാരമാണോ ഈ ജനം ഒരു ദുരന്തത്തിലേക്ക് നടന്നു നീങ്ങിയത്, എന്താണോ അതിന് വഴിതെളിച്ചത്, അതേ മാർഗത്തിലൂടെ അവരെ വീണ്ടെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രമാണ് നമ്മൾ കാണുക. അവർക്ക് സർപ്പദംശനമേറ്റു, ഇതാ തമ്പുരാൻ അങ്ങനെ തന്നെയുള്ള ഒരു അടയാളത്തിലൂടെ അവരെ വീണ്ടെടുക്കുകയാണ്, രക്ഷിക്കുകയാണ്. യെശയ്യായുടെ പുസ്തകത്തിൻ്റെ 59-ാം അധ്യായം 1-ാം തിരുവചനം നമുക്ക് അറിയാവുന്നതാണല്ലോ. 1ഉം 2ഉം തിരുവചനങ്ങൾ. യെശയ്യായുടെ പുസ്തകം 59-ാം അധ്യായം
1ഉം 2ഉം തിരുവചനങ്ങൾ. നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. നിങ്ങളെ കേൾക്കാനാകാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. നിന്റെ കരങ്ങൾ രക്തപങ്കിലമാണ്, വിരലുകൾ അകൃത്യങ്ങളാൽ മലിനമായിരിക്കുന്നു. നിന്റെ അധരം വ്യാജം പറയുന്നു, നാവ് ദുഷ്ടത പിറുപിറുക്കുന്നു. ഇതൊക്കെയാണ് ഈ ജനത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദൈവത്തിനെതിരെ അവർ പിറുപിറുത്തു. അവരുടെ കരങ്ങൾ രക്തപങ്കിലമായിരുന്നു. പ്രിയമുള്ളവരെ, അതിൽ നിന്നെല്ലാം അവർ മാറിയപ്പോൾ ഇതാ അത്ഭുതകരമായിട്ട് ദൈവം അവരെ രക്ഷിക്കുന്നു. ആദ്യത്തെ വചനം, നിങ്ങളെ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇത്ര വലിയ ഒരു ദുരന്തത്തിൽ നിന്നും പ്രതിസന്ധിയിൽ നിന്നും തമ്പുരാൻ അവരെ രക്ഷിക്കുകയാണ്. വീണ്ടും പുതിയ നിയമത്തിൽ യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായം 15-ാം തിരുവചനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വചനഭാഗമാണ്. ഏറെ പ്രത്യേകം ആയി ഈ ദിനങ്ങളിൽ നമ്മൾ ഈശോയുടെ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ചു. തമ്പുരാൻ്റെ കുരിശു മരണത്തെക്കുറിച്ച്, ദൈവം കടന്നുപോയ വേദനകളെക്കുറിച്ചൊക്കെ ധ്യാനിച്ചു. അതുമായിട്ടെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു വചനമാണിത്. 15-ാം തിരുവചനം, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, മനുഷ്യപുത്രൻ ഉയർത്തപ്പെടുമ്പോഴാണ് നിത്യജീവൻ ലഭ്യമാവുക. ഈ പിച്ചള സർപ്പം ഉയർത്തപ്പെട്ടു, അതിൽ നോക്കിയവർക്കെല്ലാം ജീവൻ ലഭിച്ചു. അതുപോലെ യേശു ഉയർത്തപ്പെടുമ്പോൾ യേശുവിൽ നോക്കുന്നവർക്ക് ജീവൻ ലഭിക്കും. പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ലോകത്ത് പല കാര്യങ്ങളും നമുക്ക് ജീവൻ നൽകാം എന്ന് വാഗ്ദാനം ചെയ്യും. ഒരു പക്ഷേ വിഗ്രഹങ്ങളുടെ മുൻപിൽ ആരാധന നടത്തുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യരുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നവർ, അങ്ങനെ പല വഴികളും തേടുന്നവരുണ്ട് പ്രതിസന്ധികളെ മറികടക്കാൻ. പ്രിയമുള്ളവരെ, ഈ ലോകത്തുള്ള പല കാര്യങ്ങളും നമ്മോട് പറയുന്നത് ഇതാണ്, ഞങ്ങൾ നിങ്ങൾക്ക് ജീവൻ നൽകാം. പക്ഷേ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, ജീവൻ നൽകാൻ പറ്റുന്ന, ജീവൻ നൽകാം എന്ന് പറഞ്ഞാൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയേ ഉള്ളൂ, അത് മറ്റാരുമല്ല, യേശുവാണ്. ഇവിടെ ഉയർത്തപ്പെടുന്ന, കുരിശിൽ ഉയർത്തപ്പെടുന്ന തമ്പുരാനിൽ നോക്കുന്നവരെല്ലാം ജീവൻ പ്രാപിക്കുമെന്നുള്ളതാണ് യോഹന്നാൻ ശ്ലീഹ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. വീണ്ടും യോഹന്നാൻ അറിയിച്ച സുവിശേഷത്തിൻ്റെ 12-ാം അധ്യായം 12-ാം അധ്യായത്തിന് 32-ാം തിരുവചനത്തിലും നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. സ്നേഹമുള്ളവരെ, ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലും ഈ ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ സംഭവിച്ചതുപോലെയുള്ള കുറവുകളും പോരായ്മകളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാകും. ദൈവത്തിനെതിരെ പരാതി പറഞ്ഞിട്ടുള്ള സമയമുണ്ടാകും. പക്ഷേ ഇതാ ഈശോ ഒരു വാഗ്ദാനം നൽകുകയാണ്, ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരെയും എന്നിലേക്ക് ആകർഷിക്കും. അങ്ങനെ ആകർഷിക്കപ്പെടാൻ നമുക്കും കഴിയട്ടെ. അങ്ങനെ ആകർഷിക്കപ്പെടുമ്പോൾ ഈശോയെ ഒന്ന് നോക്കുക, ക്രൂശിതനായ തമ്പുരാനെ നോക്കുക. ഉറപ്പായിട്ടും നമുക്ക് സൗഖ്യം ലഭിക്കും, നമുക്ക് അനുഗ്രഹം ലഭിക്കും, നമ്മുടെ കുടുംബത്തിൽ സമാധാനം വന്ന് നിറയുന്ന ഒരു അനുഭവം ഉണ്ടാകും. ഇസ്രായേൽക്കാർ വഴിതെറ്റിപ്പോയ ഒരു ജനമാണ്. ദൈവം നൽകിയ പരിപാലനയെല്ലാം വിസ്മരിച്ച് അവിടുത്തോട് പരാതി പറഞ്ഞ ഒരു ജനമാണ്. എന്നിട്ടും തമ്പുരാൻ അവരെ രക്ഷിച്ചു. അവർ അപ്രകാരം ചെയ്തതിൻ്റെ പരിണിത ഫലമാണ് അവരുടെ ജീവിതത്തിൽ വന്ന ആ ദുരന്തങ്ങളെല്ലാം, അല്ലെങ്കിൽ അവർക്ക് ജീവൻ നഷ്ടമായത്. പക്ഷേ ഇതാ ദൈവം നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ക്രൂശിതനായ യേശു നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഒരുപക്ഷെ ജീവിതത്തിൽ പല വീഴ്ചകളും വന്നിട്ടുണ്ടാകും. പ്രിയമുള്ളവരെ, എങ്കിലും വിശ്വാസത്തോടെ തമ്പുരാനെ നോക്കിയാൽ, വിശ്വാസത്തോടെ കുരിശിലേക്ക് നോക്കിയാൽ ഉറപ്പായിട്ടും നമുക്ക് അനുഗ്രഹം, കൃപ ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ്. ഇവിടെയും സംഖ്യയുടെ പുസ്തകത്തിലും ഈ പിച്ചള സർപ്പം ഉയർത്തപ്പെടുമ്പോൾ അതിനെ നോക്കാതെ നിന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അവർക്കെല്ലാം ജീവൻ നഷ്ടമായി. ഇന്നത്തെ കാലത്തും അത് സംഭവിക്കാറുണ്ട്. യേശു ഉയർത്തപ്പെടുമ്പോൾ, തമ്പുരാൻ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ അവിടുത്തെ കാണാതെ പോകുന്ന, അവിടുത്തെ നോക്കാതെ പോകുന്ന എത്രയോ മനുഷ്യർ. പ്രിയമുള്ളവരെ, അവരുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കുക ഇതുപോലെയുള്ള ദുരനുഭവങ്ങൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പിച്ചള സർപ്പമല്ല സൗഖ്യം നൽകുന്നത്, അത് ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ദൈവത്തെ നോക്കാൻ, തമ്പുരാനിൽ ദൃഷ്ടി ഉറപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ.
നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും തമ്പുരാൻ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.